എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു ക്യാബേജ് തോരൻ്റെ റെസിപ്പി നോക്കാം. എല്ലാവർക്കും അറിയാം ക്യാബേജ് തോരൻ തയ്യാറാക്കാൻ. പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ നമ്മളിതിൽ ഒരു അവസാനം ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി അടിപൊളിയാകും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാബേജിൻ്റെ. അത് നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ക്യാബേജ് തോരൻ എപ്പോഴും ഇതുപോലെ നീളത്തിൽ അരിയുന്നതാണ് നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയായിട്ടും അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാബേജ് തോരൻ തയ്യാറാക്കുമ്പോൾ അരിഞ്ഞ് ഉടനെ തന്നെ ഇത് തയ്യാറാക്കാം. ഈ അരിഞ്ഞ് വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് തയ്യാറാക്കിയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു തോരനാണ്, ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ല, വളരെ ഈസിയാണ്. അപ്പോൾ ഉള്ളിയും പച്ചമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തേങ്ങ തിരികെ ചേർത്ത് കൊടുക്കാം. തേങ്ങ 1/4 മുറി തേങ്ങ മതിയാകും. നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഉള്ളിയിൽ നിന്നും തേങ്ങയിൽ നിന്നും ഒക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്ന് ഇത് നല്ലൊരു ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കും. അപ്പോൾ നന്നായിട്ട് ബലം പ്രയോഗിച്ച് ഇത് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മളല്ലാതെ തേങ്ങ ഇട്ട് തോരൻ വെക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടി അടിപൊളി ടേസ്റ്റാണ് നമ്മളിങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിനി ഇത് എങ്ങനെയാണ് തോരനാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക, അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉഴുന്ന് പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ക്യാബേജ് കുറച്ച് ഗ്യാസൊക്കെ ഉള്ള ഒരു പച്ചക്കറിയാണ്, അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ആയാലും ക്യാബേജ് ആയാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ തോരൻ വെച്ച് നോക്കണം, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇതിന് മുൻപ് നമ്മളൊരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനേക്കാട്ടിലും ടേസ്റ്റിലുള്ള ഒരു തോരനാണ് ഇത്. അപ്പോൾ നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലിടുക, ഒരുപാട് കൂട്ടിയിടരുത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നിങ്ങളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ തീയിൽ അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് ആവിയൊക്കെ ഇറങ്ങി ഈ ഒരു ക്യാബേജ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി തോത്തിയെടുക്കാം. ഇനി വേണമെങ്കിൽ തീയൊന്ന് കൂട്ടി വെക്കാം. ഇതൊരുപാട് അങ്ങ് കരിഞ്ഞും പോകരുത്, ഒരുപാട് അങ്ങ് വേവാതെ ഇരിക്കരുത്. അപ്പം അത്യാവശ്യം നന്നായിട്ട് ഇത് വേവണം. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു പൊടിക്കൈ ചേർക്കാം. ഇതൊരു 2 നുള്ളു ഉലുവാപ്പൊടിയാണ്. ഈ ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ ഈ ഒരു തോരൻ്റെ ടേസ്റ്റ് മാറി മറിയും. ചിലർക്ക് ക്യാബേജിൻ്റെ മണം അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ ക്യാബേജ് കുക്ക് ചെയ്യുമ്പോൾ വേറൊരു മണമാണ്. ആ ഒരു മണം ഇല്ലാതാക്കാനും നല്ലൊരു സൂപ്പർ ടേസ്റ്റ് കൊടുക്കും ഈ ഒരു ഉലുവാപ്പൊടി. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി തോത്തിയെടുക്കുക. ഇത് അവസാനം തന്നെ ചേർത്ത് കൊടുക്കുക, ആദ്യമേ ചേർക്കരുത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്